ദിലീപിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത് 2004-ൽ പുറത്തിറങ്ങിയ കോമഡി ചിത്രമാണ് വെട്ടം. പരസ്യചിത്രങ്ങളുടെ പ്രശസ്തനായ പാമ്പനി പാനി നായികയായി എത്തിയ ചിത്രം ഇന്ന് മലയാള സിനിമ പ്രേക്ഷകർ കണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കോമഡി ചിത്രങ്ങളിൽ ഒന്നാണ്. ഒപ്പം വെട്ടത്തിലെ പാട്ടുകൾക്ക് ഇന്നും ആസ്വാദകർ വളരെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും അവിശ്വസനീയമായ കാര്യം, ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ദിലീപ് ചിത്രം ആ കാലത്ത് ബോക്സ് ഓഫീസിൽ ഒരു കനത്ത പരാജയമായിരുന്നു എന്നതാണ്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ താരനിരയുമായി എത്തിയ പ്രിയദർശൻ ചിത്രത്തിന് തിയേറ്ററിൽ അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എന്നാൽ വെട്ടം പരാജയപ്പെട്ട് പ്രേക്ഷകർ ആ സിനിമയെ സ്വീകരിക്കാഞ്ഞിട്ടല്ല, മറിച്ച് ആ സിനിമയെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണെന്ന് ഒരിക്കൽ ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു. തനിക്ക് വ്യക്തിപരമായി ഏറെ ഇഷ്ടമുള്ള സിനിമയാണ് വെട്ടമെന്നും ഇപ്പോഴും പ്രിയദർശൻ ചിത്രം ടിവിയിൽ വന്നാൽ അത് കണ്ടിരിക്കുമെന്ന് ദിലീപ് മുമ്പ് S24 എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. എത്ര ലെജൻസ് ഉള്ള സിനിമയാണ് അത്. വെട്ടം എത്രയോ തവണ ഞാൻ അത് കണ്ടിരുന്ന് ചിരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ. എത്ര ആർട്ടിസ്റ്റ് ഉണ്ട്. ഹനീഫിക്ക ഒക്കെ ഒരു വീഴ്ചയൊക്കെ ഇല്ലേ. മുകളിൽ നിന്ന് പാത്രമൊക്കെ വായിച്ചിട്ട് മുകളിൽ നിന്ന് പത്രമൊക്കെ വായിച്ചിട്ട് അമ്പിളിച്ചേട്ടൻ കൊള്ളാൻ നടക്കുന്ന ആള് എന്തോരം കണ്ട് ചിരിച്ചെന്നറിയാമോ എന്ന് നടൻ പറയുന്നു. സ്ക്രിപ്റ്റിൽ വളരെ കണക്ഷനുള്ള സിനിമയാണ്. വെട്ടം പോലെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണെന്ന് താരം കൂട്ടിച്ചേർത്തു. വെട്ടം തിയേറ്ററിൽ വന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉൾപ്പെട്ട ഒരു കേസിന്റെ വിഷയത്തിൽപ്പെട്ട് രണ്ടാമത്തെ ആഴ്ച തന്നെ പടം എടുത്തുപോയി. ആ പടം തിയേറ്ററിൽ ഓടിയതേയില്ല എന്നും അവസ്ഥയുണ്ടായി. എന്ന ആ കേസും വഴക്കും ആ സിനിമയെ നശിപ്പിച്ചു കളഞ്ഞ് വലിയ വിഷമത്തോടെ ദിലീപ് അന്ന് വെളിപ്പെടുത്തുകയാണുണ്ടായത്. നിർമ്മാതാവ് സുരേഷ് കുമാർ ഉൾപ്പെട്ട ഒരു കേസ് ആണ് ആ വെട്ടം എന്ന സിനിമയെ തിയേറ്ററിൽ പ്രദർശനം തുടരാൻ അനുവദിക്കാതിരുന്നത്. എറണാകുളം ഷെനൈസ് തിയേറ്റർ ഉടമ നിർമ്മാതാവ് തനിക്ക് 60 ലക്ഷം രൂപയോളം തരാനുണ്ടെന്ന് കാണിച്ച് ജില്ലാ കോടതിയെ സമീപിച്ചു. അതോടെ വെട്ടം പ്രദർശനത്തെ കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. മറ്റു വിതരണക്കാർ കൂടി സുരേഷ് കുമാറിന് എതിരെ തിരിഞ്ഞപ്പോൾ പല തിയേറ്ററിൽ നിന്നും ചിത്രം ഉടൻ തന്നെ ഒഴിവാക്കപ്പെട്ടു. വെട്ടം നിർമ്മിച്ച വകയിൽ അന്ന് നിർമ്മാതാവിന് നഷ്ടമായത് ഏതാണ്ട് 2 കോടിയോളം രൂപയാണ്. ഒപ്പം ദിലീപ് അടക്കമുള്ള താരങ്ങളുടെ പ്രതിഫലം പോലും സുരേഷ് കുമാറിന് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിരുന്നുമില്ല.